ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. ഇപ്പോൾ നിഫ്റ്റി അനാലിസിസിൻ്റെ അപ്ഡേറ്റിന് വേണ്ടിയിട്ടാണ് ഒരു പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് എന്നുള്ള പോലെ നാളത്തെ മൂവ്മെൻറ്റും മറ്റു കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ലിക്വിഡിറ്റിയെ ബേസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാൻഡിലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഈ ഒരു ക്യാൻഡിൽ ഇവിടുന്ന് ഈ ഒരു ഡെയിലി ലിക്വിഡിറ്റി സോണിൽ നിന്ന് റിജക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ ഇന്ന് ഒരു നെഗറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയെ പറ്റി നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓപ്ഷൻ ചാർട്ടുകൾ കൂടി അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന 23,700ൻ്റെ ചാർട്ട് എടുത്തിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കോൾ ഓപ്ഷൻ്റെ ചാർട്ടിൽ ഒരു സെല്ലിംഗ് ഇൻഡിക്കേഷൻ നമ്മളുടെ BSP സ്ട്രാറ്റജിയിൽ വന്നിട്ടുണ്ടായിരുന്നു. നൈസ് ട്രേഡിൻ്റെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് പ്രഷർ സ്ട്രാറ്റജി അക്കോർഡിംഗ് ടു ദ ലിക്വിഡിറ്റി സോൺ നമ്മൾ ഇന്നലെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ട്. അപ്പം കോൾ ഓപ്ഷനിൽ അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ ചാർട്ടിലുള്ള ഒരു സെല്ലിംഗ് പ്രഷർ എന്ന് പറയുന്നത് ബിയറിഷ് മൂവ്മെൻറ്റ് ഈസ് ഇമ്പെൻഡിങ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സോ അത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ആ ഒരു കോൾ ഓപ്ഷൻ ചാർട്ടിലുള്ള സെല്ലിംഗ് ഇൻഡിക്കേഷനാണ് ഇന്നത്തെ ഒരു നെഗറ്റീവ് മൂവ്മെൻറ്റിനുള്ള ഒരു വഴി ഒരുക്കിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. സോ അത്തരം ആ ചാർട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പോകെ അനലൈസ് ചെയ്യാണ്. സോ ഇന്നത്തെ ഒരു ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 181 പോയിൻറ്റിൻ്റെ റിഡക്ഷനാണ് വന്നിട്ടുള്ളത്. ഏകദേശം 0.77% ഡിക്രീസ് എന്ന് പറയും. അപ്പോൾ അതൊരു ചെറിയ കറക്ഷൻ ആണോ പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ല. എങ്ങനെയായാലും ഈ ഒരു സോൺ എന്ന് പറയുന്നത് നമുക്കൊരു എന്താ പറയുക ഒരു ന്യൂട്രൽ സോണൊക്കെ ആയിട്ട് എടുക്കാവുന്നതാണ്. ഭയങ്കരമായിട്ടൊരു സെല്ലിംഗ് പ്രഷറും ഇല്ല, എന്നാൽ ഒരു ബൈയിങ് പ്രഷർ എങ്ങാനും കൺഫർമേഷൻ ആയിട്ടുമില്ല. അപ്പോൾ ഡെയിലി ക്യാൻഡിൽ ബേസ് ചെയ്തിട്ട് നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കുന്നവർക്ക് ഒരു പ്രത്യേക ഒരു ഇൻഡിക്കേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇൻട്രാഡേയിൽ ഓപ്ഷൻ ബൈയിങ്ങും ഓപ്ഷൻ സെല്ലിങ്ങും ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഇന്നലെ ചാർട്ടിൽ അനാലിസിസ് നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു വീഡിയോൻ്റെ സെക്കൻഡ് പോർഷൻ നമ്മൾ ഓപ്ഷൻ ബയേഴ്സിനും ഓപ്ഷൻ സെല്ലേഴ്സിനും വേണ്ടിയിട്ടുള്ള അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ 15 മിനിറ്റ് ടൈം ഫ്രെയിം ഒന്ന് നോക്കുകയാണ്. ഓക്കെ, സോ 15 മിനിറ്റ് ടൈം ഫ്രെയിം എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന ആ ഒരു സോണിൽ തന്നെയാണ് സെല്ലിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമുക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സെല്ലിംഗ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു സെല്ലിംഗ് പ്രഷർ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്, അതായത് 23,279. അപ്പോൾ ഇതൊരു സ്മാർട്ട് മണി കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലിക്വിഡിറ്റി ലെൻസ് ഇൻഡിക്കേറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് പ്രഷറൊക്കെ ലിക്വിഡിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ബയേഴ്സ്, ഒരുപാട് നിഫ്റ്റി ഓപ്ഷൻ ബയേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ആ ബയേഴ്സിനെ സെല്ലേഴ്സ് കോൺക്വർ ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഒരു ലോങ് അൺവൈൻഡിങ് നടക്കും. അപ്പോൾ ലോങ് അൺവൈൻഡിങ് എന്ന് പറഞ്ഞാൽ ലോങ് പൊസിഷൻ അല്ലെങ്കിൽ ബൈ പൊസിഷൻ എടുത്ത ആളുകൾ അവരുടെ പൊസിഷൻസ് എക്സിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാർക്കറ്റ് താഴേക്ക് വരുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. സോ അതും അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെയുള്ള കുറേ ബൈ ഓർഡേഴ്സ് ഉണ്ട്. സോ ഇതുകൂടി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഒരു ഫെയർ വാല്യൂ ഓർഡർ ബ്ലോക്ക് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക, അത് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ എക്സിക്യൂട്ട് ചെയ്തു, അല്ലെങ്കിൽ അതൊക്കെ ഹണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്, ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പിംഗ് കോൺസെപ്റ്റ് പ്രകാരം നോക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിലൊരു ഓർഡർ ബ്ലോക്ക് കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. സോ അതുകൂടി എടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് താഴേക്ക് വരും എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ, SMC കോൺസെപ്റ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ നാളെ കൂടെ നമുക്കൊരു ചെറിയൊരു നെഗറ്റീവ് കാണാൻ വേണ്ടി പറ്റും. ആ നെഗറ്റീവിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട്, നമുക്കറിയാം മാർക്കറ്റ് എപ്പോഴും ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത്. സോ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും സാധ്യതയുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടുത്തെ ഈ ലിക്വിഡിറ്റി കൂടി സ്വീപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സോ ഇന്നലെ എക്സാക്ട്ലി നമ്മൾ ഇവിടുന്ന് പറഞ്ഞു ഈ ഒരു ഏരിയ സെല്ലിംഗ് പ്രഷർ ഉണ്ടായിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ വരെ അടുത്ത 2-3 ദിവസം കൊണ്ട് മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അതിനെ നമ്മൾ സപ്പോർട്ടിങ് എവിഡൻസ് ആയിട്ട് നമ്മൾ എടുത്തിരുന്നത് നമ്മൾ നിഫ്റ്റിയുടെ മീൻസ് 23,700ൻ്റെ ഓപ്ഷൻ ചാർട്ടായിരുന്നു. സോ നമുക്കറിയാം ഓപ്ഷൻ ചാർട്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റുകൾ കാണാൻ വേണ്ടി പറ്റും. ഓപ്ഷൻ ബയേഴ്സിനൊക്കെ ഓപ്ഷൻ ചാർട്ടിലുള്ള ഇൻഡിക്കേഷൻ വെച്ചിട്ട് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, ഈ ഒരു ടൂളിൻ്റെ ഒരു അക്യുറസി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല അക്യുറസി ഉള്ള ഒരു ടൂളാണ്. അതുകൊണ്ട് തന്നെ മിക്ക സമയത്തും നമുക്കറിയാം നിങ്ങൾക്ക് സെല്ലിംഗ് ആൻഡ് ബൈയിങ് ഇൻഡിക്കേഷൻ കാണിച്ച സ്ഥലത്തായിരിക്കില്ല പിന്നീട് പല ടൂളുകളും കാണിക്കുക, അതിന് റീപെയിൻറ്റിംഗ് എന്നാണ് പറയുക. പക്ഷേ ഈ ഒരു ടൂളിൽ നമ്മൾ ഇന്നലെ എവിടെയാണോ കാണിച്ചത് ആ സ്ഥലത്ത് തന്നെയാണ് സെല്ലിംഗ് കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്നലെ എവിടെയാണോ ഓപ്ഷനിൽ കാണിച്ചിട്ടുള്ളത് ഓപ്ഷൻ ചാർട്ടിലും അതേ സ്ഥലത്ത് തന്നെയാണ് ഉണ്ടാവുക. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീപെയിൻറ്റിംഗ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിലുണ്ടാകുന്ന ഒരു എന്താ പറയുക ടെസ്റ്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി ടെസ്റ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണുന്ന ഒരു പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ അതാണ് പറഞ്ഞു വന്നത്. സോ ഞാൻ വിചാരിക്കുന്നത് ഓപ്ഷൻ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് ഇവിടുത്തെ ഓർഡർ ബ്ലോക്കും അതുപോലെ തന്നെ ആ ലിക്വിഡിറ്റിയും സ്വീപ്പ് ചെയ്തിട്ടാണ് ഇനി ഒരു ഇൻഡിക്കേഷൻ കാണിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നാളെ ഒരു
എന്താ പറയുക, വലിയൊരു ക്യാൻഡിൽ നെഗറ്റീവ് ക്യാൻഡിലായിരിക്കും ചിലപ്പോൾ ഓപ്പണിംഗ്, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗണിലോ, അല്ലെങ്കിൽ നാളത്തെ ഒരു ഇൻട്രാഡേയിൽ എങ്ങനെ നമുക്ക് ഇവിടുത്തെ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു എന്താ പറയുക വ്യൂ പോയിന്റ്. ദിസ് ഈസ് ഓൺലി മൈ വ്യൂ. ഓക്കെ, ഐ എം ഷെയറിങ് മൈ വ്യൂ ഓൺലി. ഓക്കെ, ആൻഡ് നൗ വി ക്യാൻ ഗോ ടു ദ 23,700 ചാർട്ട്. ഓപ്ഷൻ ചാർട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ ഇന്നലെ ആ ഒരു ചാർട്ട് എടുക്കാനുണ്ടായിരുന്ന റീസൺ അതിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്നുള്ളതുകൊണ്ടാണ്. സോ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഒരു സെല്ലിംഗ് ലിക്വിഡിറ്റി ഉണ്ട്, അതായത് ബയേഴ്സ് കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടുന്ന് സെല്ലേഴ്സ് ഒഴിവാക്കിയിട്ട് പോകും. ബയേഴ്സ് ഉള്ളതുകൊണ്ട് അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് എക്സിറ്റ് ചെയ്യുന്നുള്ളതാണ്. സോ നമുക്കറിയാം ഇവിടെ ഒരു ബൈ ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. വന്നത് ഇന്ന് 9:30-നാണ്. സോ ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു പുട്ട് ഓപ്ഷൻ എടുക്കാനുള്ള ഇൻഡിക്കേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മളുടെ ടൂൾ പ്രകാരം. അപ്പോൾ അവിടുന്ന് ഒരു വന്നിട്ട് ഇവിടുത്തെ ലിക്വിഡിറ്റി സോൺ മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം, സോറി, ഇത് ഏപ്രിൽ മാസത്തെയാണ്. വി ഹാവ് ടു ടേക്ക് 27th, നാളത്തെ എക്സ്പയറി ആണ്. സോ നാളത്തെ എക്സ്പയറിയിലും അടുത്ത മാസത്തെ എക്സ്പയറി ആണെങ്കിലും കാണിച്ചിട്ടുണ്ട്. അതുപോലെ നാളത്തെ എക്സ്പയറിയിലും നമുക്ക് ഇവിടെ ഒരു ബൈ ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. ബൈ ഇൻഡിക്കേഷന് ശേഷം ചെറിയൊരു റീടെസ്റ്റ് എടുത്തിട്ട് വന്നിട്ടുള്ളതാണിത്. ഏകദേശം 173% വന്നിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത്. സോ നിഫ്റ്റി അടുത്ത ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ലിക്വിഡിറ്റി ഏരിയ കൂടി ഓർഡർ ബ്ലോക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 23,700 എന്ന് പറഞ്ഞിട്ടുള്ള പുട്ടിൻ്റെ ചാർട്ടിൽ ഏകദേശം അടുത്ത ലിക്വിഡിറ്റി സോണിലേക്ക് പോയിട്ട് അവിടുന്ന് സെൽ ഓഫ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. സോ ചെറിയൊരു റണ്ണപ്പ് കൂടി ഈ ഒരു സ്ട്രൈക്കിൽ ബാക്കിയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇന്നലെ കോൾ ഓപ്ഷൻ്റെ ചാർട്ട് എടുത്തിട്ടാണ് പറഞ്ഞത്, നമ്മൾ എപ്പോഴും ഓപ്ഷൻ ബൈയിങ്ങിനേക്കാൾ കൂടുതൽ ഓപ്ഷൻ ചാർട്ടിൽ ഓപ്ഷൻ സെല്ലിംഗ് പോയിന്റ് നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഓപ്ഷൻ സെല്ലിംഗ് പോയിന്റും ഓപ്ഷൻ ബൈയിങ് പോയിന്റും ഏകദേശം ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചാണ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ കോൾ ഓപ്ഷൻ്റെ ചാർട്ട് കൂടി കാണിക്കുക. 23,700 അല്ലേ, 23,700ൻ്റെ കോൾ ഓപ്ഷൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെല്ലിംഗ് ഷോൺ ഇൻ കോൾ ഓപ്ഷൻ. ഇവിടെ ആയിരുന്നു ഇന്നലെ നമുക്ക് സെൽ ഓപ്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഇന്നിപ്പം ഞാൻ ഈ ഇൻഡിക്കേറ്റർ ഇങ്ങോട്ട് എടുത്തിട്ടില്ല. ജസ്റ്റ് എ മിനിറ്റ്. സോ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 23,500ൻ്റെ ആയിരുന്നു കോൾ ഓപ്ഷൻ ചാർട്ട് നമ്മൾ എടുത്തിരുന്നത്. അവിടെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. സോ ആ ചാർട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിലാണ് ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ സെല്ലിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ സെല്ലിങ് കാണിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ബിയറിഷ് മൂവ്മെന്റ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കോൾ ഓപ്ഷൻ സെല്ലേഴ്സ് എന്ന് പറയുന്നത് ബിയറിഷ് മാർക്കറ്റിനെയാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. പുട്ട് ഓപ്ഷൻ സെല്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ബുള്ളിഷ് മാർക്കറ്റിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഈ ഒരു കേസിൽ നമുക്കറിയാം, ഇവിടെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം മനസ്സിലാവും. ഇത് രണ്ടു കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒപ്പിച്ച് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കേണ്ട, താഴെ ഉള്ളത് 23,500ൻ്റെ കോൾ ഓപ്ഷൻ ചാർട്ടാണ്. കോൾ ഓപ്ഷനിൽ സെല്ലിംഗ് ഇൻഡിക്കേഷൻ വരിക എന്നുള്ളതിൻ്റെ അർത്ഥം പുട്ട് ഓപ്ഷൻ വാങ്ങിക്കുക എന്നുള്ളതാണ്. അതായത് മാർക്കറ്റ് താഴെ പോകുന്നതുകൊണ്ട് ഓപ്ഷൻ ബയേഴ്സ് പുട്ട് ഓപ്ഷൻ വാങ്ങിക്കുകയും ഓപ്ഷൻ സെല്ലേഴ്സ് കോൾ ഓപ്ഷൻ വാങ്ങിക്കുകയാണ് ചെയ്യേണ്ടത്, വിൽക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കോൾ ഓപ്ഷൻ ഇന്നലത്തെ ആ ഇൻഡിക്കേഷനിൽ നമ്മൾ വിറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മളുടെ ഒരു ഇൻഡിക്കേറ്റർ പ്രകാരം 167 രൂപൻ്റെ ഒരു പ്രോഫിറ്റ് നമുക്ക് ഒരു ലോട്ടിൽ നിന്ന് കിട്ടുമായിരുന്നു എന്നുള്ളതാണ്. ഇനി അത് ഓപ്ഷൻ വെച്ചിട്ട് സെയിം സ്ഥലത്തു നിന്നാണ് നമുക്ക് ബൈയിങ് ഇൻഡിക്കേഷൻ വന്നിട്ടുള്ളത്, കണ്ടല്ലേ, സെയിം ക്യാൻഡിൽ. ഇപ്പം നമുക്ക് ആ ഒരു ടൈം ഫ്രെയിം നോക്കിയാൽ മനസ്സിലാവും. 9:30ൻ്റെ ക്യാൻഡിലാണ് നമുക്ക് സെല്ലിംഗ് ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ബൈയിങ് ഇൻഡിക്കേഷൻ വന്നിട്ടുള്ളത് 9:30ൻ്റെ ക്യാൻഡിലാണ്, കണ്ടല്ലേ. അപ്പോൾ അവിടുന്ന് നമ്മൾ ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇന്നത്തെ പുട്ട് ഓപ്ഷനിൽ നമ്മുടെ ഇൻഡിക്കേറ്റർ പ്രകാരം 170% ആണ് റിട്ടേൺ. അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻ ബൈയിങ് എന്ന് പറയുന്നത് നല്ല അടിപൊളി റിട്ടേൺ കിട്ടുന്ന ഒരു സംഭവമാണെന്നുള്ളതാണ്. അത് നമുക്ക് നേരത്തെ അറിയുന്ന ഒരു കാര്യമാണ്, ബയേഴ്സ് നല്ല രീതിയിൽ റിട്ടേൺ ഉണ്ടാക്കും എന്നുള്ളത്. സോ അതിൻ്റെ അനുസരിച്ചുള്ള ലോസും അതിലുണ്ടാവും. സോ ഓപ്ഷൻ ബൈയിങ്ങിൽ നല്ല രീതിയിൽ സ്ട്രാറ്റജിയും റിസ്ക് മാനേജ്മെൻറ്റും അല്ലെങ്കിൽ ഡിസിപ്ലിനൊക്കെ ഉള്ള ആളുകൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു ടൂളിനെ വെച്ചിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ അനാലിസിസും കൂടി നമുക്ക് ചെയ്യാവുന്നതാണ്. സോ എല്ലാം കൂടി നമ്മൾ വളരെ വിസിബിൾ ആയിട്ട് നമുക്ക് ലിക്വിഡിറ്റി കാണാൻ പറ്റുകയും ബൈയിങ് പ്രഷർ കാണാൻ പറ്റുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു കോമ്പിനേഷൻ ടൂളാണ് നൈസ് ട്രേഡിൻ്റെ ഈ ലിക്വിഡിറ്റി ലെൻസ് അല്ലെങ്കിൽ SMC ടൂളുകൾ എന്ന് പറയുന്നത്. സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. സോ ഇത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ, ഈ രണ്ട് ഇൻഡിക്കേഷനും വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നാളെ ഈ ഒരു ഏരിയയിലേക്ക്
മാർക്കറ്റ് വന്നിട്ട് ഇവിടുത്തെ ലിക്വിഡിറ്റി എടുക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. എന്നിട്ട് ഇവിടെ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. 40 രൂപ എന്ന് പറഞ്ഞിടത്ത് ഒരു ചെറിയൊരു കോൾ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്നാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു സെൽ ഓഫ് വരാനും സാധ്യതയുണ്ട്. സോ മാക്സിമം പുട്ട് ഓപ്ഷൻ്റെ വാല്യൂ അതുവരെ പോകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടുത്ത നിഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത ലിക്വിഡിറ്റി ഏരിയ വരെ നമുക്ക് ലിക്വിഡിറ്റി കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ അത്രയാണ് ഇപ്പോൾ നമ്മളുടെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. സോ സ്ലൈറ്റ്ലി OTM-ലുള്ളൊരു സ്ട്രൈക്ക് കൂടി നമുക്ക് നോക്കാം, പുട്ട് ഓപ്ഷനിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. സോ നമുക്കൊന്നുകൂടെ ഒരു കൺഫർമേഷൻ കിട്ടും. യെസ്, നമുക്കറിയാം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഞാൻ ഇന്നലെ കാണിച്ച പോലെ തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് പോർഷനിൽ അവിടെ ഒരു ബ്രേക്ക് നടന്നിട്ടുണ്ട്. അതായത് പുട്ട് സെല്ലേഴ്സിനെ ടേക്ക് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ട് സെല്ലേഴ്സിൻ്റെ ഒരു ഷോർട്ട് കവറിങ് റാലി ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ പുട്ട് ഓപ്ഷൻ്റെ വില കൂടുകയാണ് ചെയ്യുക. സോ ഈ ഒരു സ്ട്രൈക്കിൽ കുറച്ച് റിട്ടേൺ വരാനുള്ള സാധ്യതയുണ്ട് നാളെ മാർക്കറ്റ് താഴേക്ക് തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ അത്തരത്തിലാണ് നമ്മൾ ഓപ്ഷൻ ചാർട്ടിനെ അനലൈസ് ചെയ്യേണ്ടത് യൂസിങ് ലിക്വിഡിറ്റി അനാലിസിസ്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഏതായാലും ഈ ലിക്വിഡിറ്റി ടൂളിനെ കുറിച്ചുള്ള ഒരു ട്യൂട്ടോറിയൽ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഒരുപാട് പേർക്ക് ഇത് നല്ല താല്പര്യമുണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് ഒന്നും അറിയില്ല. സോ SMC നമ്മൾ 40,000 50,000 രൂപ കോഴ്സ് പ്രൈസ് ഒക്കെ കൊടുത്തിട്ട് പലരും പഠിക്കാൻ പോകാറുണ്ട്. സോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരൊറ്റ ടൂളിൽ തന്നെ നമുക്ക് SMC പഠിക്കാവുന്നതേ ഉള്ളൂ. അത്തരം ടൂളുകളിലാണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒന്നും എഴുതി പോലും കാണിക്കാറില്ല. അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ ഇവിടെയാണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻ ഉള്ളത്, അല്ലെങ്കിൽ ഇവിടെയാണ് ലിക്വിഡിറ്റി ഉള്ളതെന്ന് പോലും എഴുതി പോലും കാണിക്കാതെയാണ് നമുക്ക് അത്തരം ടൂളുകൾ ഇവർ അല്ലെങ്കിൽ ലേണിംഗ് പഠിപ്പിച്ച് തരുന്നത്. സോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരൊറ്റ ടൂളിൽ തന്നെ നമുക്ക് SMC പഠിക്കാവുന്നതൊക്കെ ഉള്ളൂ. സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. നമുക്ക് നാളെ നിഫ്റ്റി അനാലിസിസുമായിട്ട് കാണാം. സി യു, ബൈ ബൈ.